ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും കൂടി തിരഞ്ഞെടുത്ത 225 ചോദ്യോത്തരങ്ങളാണ്. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ് എഫേസൂസുകാർക്കുള്ള ലേഖനം? 56-ാമത്തെ പുസ്തകം. രണ്ടാമത്തെ ചോദ്യം, പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് എഫേസൂസുകാർക്കുള്ള ലേഖനം? 10-ാമത്തെ പുസ്തകം. മൂന്നാമത്തെ ചോദ്യം, എഫേസൂസുകാർക്കുള്ള ലേഖനത്തിന് മുമ്പുള്ള പുസ്തകം ഏത്? ഗലാത്യക്കാർക്കുള്ള ലേഖനം. നാലാമത്തെ ചോദ്യം, എഫേസൂസുകാർക്കുള്ള ലേഖനത്തിന് ശേഷമുള്ള പുസ്തകം ഏത്? ഫിലിപ്പിയർക്കുള്ള ലേഖനം. അഞ്ചാമത്തെ ചോദ്യം, പൗലോസ് തൻ്റെ ഏതൊക്കെ പ്രേക്ഷിത യാത്രകളിൽ എഫേസൂസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്? രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ. ആറാമത്തെ ചോദ്യം, പൗലോസ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ എത്ര വർഷത്തോളം എഫേസൂസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്? 3 വർഷത്തോളം. ഏഴാമത്തെ ചോദ്യം, എഫേസൂസുകാർക്കുള്ള ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ത് പരിഗണിച്ചാൽ പൗലോസ് അല്ല ലേഖനം എഴുതിയത് എന്ന് തോന്നും? പദങ്ങളും ശൈലിയും പരിഗണിച്ചാൽ. എട്ടാമത്തെ ചോദ്യം, ആരെ ഉദ്ദേശിച്ച് മാത്രമല്ല എഫേസൂസുകാർക്കുള്ള ലേഖനം രചിക്കപ്പെട്ടതായാണ് പണ്ഡിതന്മാർ അധികവും ഈ ലേഖനത്തെ പരിഗണിക്കുന്നത്? എഫേസൂസുകാരെ. ഒമ്പതാമത്തെ ചോദ്യം, ഏതു വർഷമാണ് എഫേസൂസുകാർക്കുള്ള ലേഖനം എഴുതിയത്? AD 58-നും 60-നും ഇടയ്ക്ക്. പത്താമത്തെ ചോദ്യം, എവിടെ വച്ചാണ് ലേഖനം എഴുതിയതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്? റോമായിൽ വെച്ച്. 11-ാമത്തെ ചോദ്യം, ലേഖനകർത്താവ് എവിടെയായിരിക്കുമ്പോഴാണ് എഫേസൂസുകാർക്കുള്ള ലേഖനം എഴുതിയത്? തടവിലായിരിക്കുമ്പോൾ. 12-ാമത്തെ ചോദ്യം, വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി ആരെപ്രതി ഞാൻ തടവുകാരനായി തീർന്നിരിക്കുന്നു എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? യേശുക്രിസ്തുവിനെ പ്രതി. 13-ാമത്തെ ചോദ്യം, 4:1 വാക്യമനുസരിച്ച് ആർക്ക് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവിന് വേണ്ടി. 14-ാമത്തെ ചോദ്യം, ആർക്ക് വേണ്ടിയാണ് പൗലോസ് ലേഖനം എഴുതിയത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസൂസിലുള്ള വിശുദ്ധർക്ക്. 15-ാമത്തെ ചോദ്യം, ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ എന്തുവഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? വെളിപാട് വഴി. 16-ാമത്തെ ചോദ്യം, ഞാൻ ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ എന്തു മനസ്സിലാക്കാമെന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന്. 17-ാമത്തെ ചോദ്യം, 1:1 വാക്യമനുസരിച്ച് പൗലോസ് ആരാണ്? യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ. 18-ാമത്തെ ചോദ്യം, 1:1 വാക്യമനുസരിച്ച് എന്തിനാലാണ് പൗലോസ് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായത്? ദൈവത്തിരുമനസ്സിനാൽ. 19-ാമത്തെ ചോദ്യം, 3:9 വാക്യമനുസരിച്ച് ആരിൽ ഏറ്റവും നിസ്സാരനാണ് ഞാൻ എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ. 20-ാമത്തെ ചോദ്യം, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ എന്ത് പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഒതുങ്ങുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം. 21-ാമത്തെ ചോദ്യം, 3-ാം അധ്യായം 8-9 വാക്യമനുസരിച്ച് എന്തിനൊക്കെയുള്ള വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുതകുന്ന വരം. 22-ാമത്തെ ചോദ്യം, വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുതകുന്ന വരം ശ്ലീഹായ്ക്ക് നൽകപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണ് ശ്ലീഹ പറഞ്ഞത്? സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം
വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ശ്ലീഹായ്ക്ക് ഈ വരങ്ങളൊക്കെ നൽകിയത്. 23-ാമത്തെ ചോദ്യം, ആരുടെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ. 24-ാമത്തെ ചോദ്യം, ഞാൻ വായി തുറക്കുമ്പോൾ എന്തു ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വചനം ലഭിക്കാൻ. 25-ാമത്തെ ചോദ്യം, 6:19 വാക്യമനുസരിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും. 26-ാമത്തെ ചോദ്യം, എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സുവിശേഷ രഹസ്യത്തിൻ്റെ. 27-ാമത്തെ ചോദ്യം, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നും എന്തു ചെയ്യുന്നു എന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. ആര് നിങ്ങളോട് എല്ലാം പറയുന്നതാണ് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? തിക്കിക്കോസ്. 28-ാമത്തെ ചോദ്യം, സുവിശേഷ രഹസ്യം എങ്ങനെ പ്രസംഗിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ശ്ലീഹ പറഞ്ഞത്? എൻ്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ. 29-ാമത്തെ ചോദ്യം, തിക്കിക്കോസ് ആരാണ്? നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും. 30-ാമത്തെ ചോദ്യം, തിക്കിക്കോസിനെ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി. 31-ാമത്തെ ചോദ്യം, എങ്ങനെ ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അവിശ്രാന്തം ഉണർന്നിരുന്ന്. 32-ാമത്തെ ചോദ്യം, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ നിങ്ങൾ ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ. 33-ാമത്തെ ചോദ്യം, ആരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? എല്ലാ വിശുദ്ധരോടുമൊപ്പം. 34-ാമത്തെ ചോദ്യം, ഇപ്പോൾ അവിടുത്തെ ആർക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും. 35-ാമത്തെ ചോദ്യം, എന്തിനൊക്കെ വേണ്ടി നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും. 36-ാമത്തെ ചോദ്യം, തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ആരിൽ തിരഞ്ഞെടുത്തു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൽ. 37-ാമത്തെ ചോദ്യം, ആര് വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? യേശുക്രിസ്തു വഴി. 38-ാമത്തെ ചോദ്യം, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ആരിൽ പാപമോചനം കൈവന്നിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൽ. 39-ാമത്തെ ചോദ്യം, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ഡാഷിലും നമ്മിൽ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നു, തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും. 40-ാമത്തെ ചോദ്യം, ആരിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൽ. 41-ാമത്തെ ചോദ്യം, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് എന്തുകൊണ്ട്? ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിന്. 42-ാമത്തെ ചോദ്യം, അവിടുന്ന് എന്തിനെയാണ് ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത്? എല്ലാ വസ്തുക്കളെയും. 43-ാമത്തെ ചോദ്യം, നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ആരോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു? ക്രിസ്തുവിനോടുകൂടെ. 44-ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിനോടുകൂടെ
അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് എവിടെ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സ്വർഗത്തിൽ. 45-ാമത്തെ ചോദ്യം. അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ ഡാഷ് വ്യക്തമാക്കാനാണ് അപ്രകാരം ചെയ്തത്. അപരിമേയമായ കൃപാസമർത്ഥിയെ. 46-ാമത്തെ ചോദ്യം. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദർ എന്ന് വിളിച്ചിരുന്ന അന്ന് നിങ്ങൾ ആരെ അറിയാത്തവർ ആയിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്. ക്രിസ്തുവിനെ. 47-ാമത്തെ ചോദ്യം. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ എന്തുവഴി സമീപസ്ഥരായിരിക്കുന്നു എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി. 48-ാമത്തെ ചോദ്യം. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു എന്ന് ശ്ലീഹ എഫേസൂസുകാരോട് പറയാനുള്ള കാരണമെന്ത്? യേശു നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. അതിനാൽ. 49-ാമത്തെ ചോദ്യം. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് എന്തു സംസ്ഥാപിക്കാനാണ് ചട്ടങ്ങളുടെയും കൽപ്പനകളുടെയും ആധിപത്യം യേശു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത്? സമാധാനം സംസ്ഥാപിക്കാൻ. 50-ാമത്തെ ചോദ്യം. കുരിശ് വഴി ക്രിസ്തു എന്താണ് ചെയ്തത് എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനും. 51-ാമത്തെ ചോദ്യം. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും ക്രിസ്തു സമാധാനം പ്രസംഗിച്ചു. അതിനാൽ എന്ത് സാധിക്കുന്നു എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു എന്ന്. 52-ാമത്തെ ചോദ്യം. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ആരാണ് എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? ക്രിസ്തു. 53-ാമത്തെ ചോദ്യം. ആർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി ഞാൻ തടവുകാരനായി തീർന്നിരിക്കുന്നു എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി. 54-ാമത്തെ ചോദ്യം. നമുക്കോരോരുത്തർക്കും എന്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി. 55-ാമത്തെ ചോദ്യം. നാം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ആരിലേക്ക് എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ശിരസായ ക്രിസ്തുവിലേക്ക്. 56-ാമത്തെ ചോദ്യം. ദൈവം ആരുവഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തു വഴി. 57-ാമത്തെ ചോദ്യം. ആര് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തു. 58-ാമത്തെ ചോദ്യം. ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി ആരെ ദൈവത്തിന് സമർപ്പിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? തന്നെ. 59-ാമത്തെ ചോദ്യം. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ ആരിൽ പ്രകാശമായിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവിൽ. 60-ാമത്തെ ചോദ്യം. ആർക്ക് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവിന്. 61-ാമത്തെ ചോദ്യം. ഭോഷന്മാരാകാതെ എന്തു മനസ്സിലാക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന്. 62-ാമത്തെ ചോദ്യം. ആരുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 63-ാമത്തെ ചോദ്യം. ആരോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. 64-ാമത്തെ ചോദ്യം. ഭാര്യമാരോട് ആരോട് എന്ന പോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവിന് എന്ന പോലെ. 65-ാമത്തെ ചോദ്യം. ശരീരത്തിൻ്റെ രക്ഷകൻ ആരാണെന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തു. 66-ാമത്തെ ചോദ്യം. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു.
എന്തെന്നാൽ നാം അവൻ്റെ ഡാഷ് അവയവങ്ങളാണ്, ശരീരത്തിൻ്റെ. 67-ാമത്തെ ചോദ്യം, ആരിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ എന്നാണ് കുട്ടികളോട് ശ്ലീഹാ പറഞ്ഞത്? കർത്താവിൽ. 68-ാമത്തെ ചോദ്യം, മനുഷ്യന് വേണ്ടിയല്ല ആർക്കു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? കർത്താവിന് വേണ്ടി എന്ന പോലെ. 69-ാമത്തെ ചോദ്യം, അവസാനമായി എന്തിലൊക്കെ കരുത്തുള്ളവരാകുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും. 70-ാമത്തെ ചോദ്യം, സഹോദരർക്ക് ആരിൽ നിന്നൊക്കെ വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. 71-ാമത്തെ ചോദ്യം, ആരിൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് ശ്ലീഹാ ആശംസിച്ചത്? നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. 72-ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ എന്തനുസരിച്ച് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനം കൈവന്നിരിക്കുന്നു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്. 73-ാമത്തെ ചോദ്യം, എന്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി എന്നാണ് ശ്ലീഹാ എഫേസൂസുകാരോട് പറഞ്ഞത്? ദൈവത്തിൻ്റെ കൃപാവരത്താൽ. 74-ാമത്തെ ചോദ്യം, എങ്ങനെയാണ് എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് എന്നാണ് ശ്ലീഹാ എഫേസൂസുകാരോട് പറഞ്ഞത്? അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ. 75-ാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? കൃപയും നിത്യജീവനും. 76-ാമത്തെ ചോദ്യം, വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് ശ്ലീഹാ എഫേസൂസുകാരോട് പറഞ്ഞത്? ദൈവകൃപ കൈകാര്യം ചെയ്യാൻ. 77-ാമത്തെ ചോദ്യം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ എന്ത് ചെയ്യേണ്ടതില്ല എന്നാണ് ശ്ലീഹാ എഫേസൂസുകാരോട് പറഞ്ഞത്. അഹങ്കരിക്കേണ്ടതില്ല എന്ന്. 78-ാമത്തെ ചോദ്യം, എന്തുവഴിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്നാണ് ശ്ലീഹാ എഫേസൂസുകാരോട് പറഞ്ഞത്? വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. 79-ാമത്തെ ചോദ്യം, എന്തൊക്കെ ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങൾ. 80-ാമത്തെ ചോദ്യം, എന്ത് അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. 81-ാമത്തെ ചോദ്യം, എന്തായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹാ എഫേസൂസുകാരോട് പറഞ്ഞത്? പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി. 82-ാമത്തെ ചോദ്യം, ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആരിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്നാണ് ശ്ലീഹാ എഫേസൂസുകാരോട് പറഞ്ഞത്? പരിശുദ്ധാത്മാവിനാൽ. 83-ാമത്തെ ചോദ്യം, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരാണ് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 84-ാമത്തെ ചോദ്യം, എന്തിനാൽ പൂരിതരാകുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ആത്മാവിനാൽ. 85-ാമത്തെ ചോദ്യം, അവിടുന്ന് ക്രിസ്തുവിനെ എന്തിൻ്റെ തലവനായാണ് നിയമിച്ചത്? സഭയ്ക്ക്. 86-ാമത്തെ ചോദ്യം, സഭ ആരുടെ ശരീരമാണ്? ക്രിസ്തുവിൻ്റെ. 87-ാമത്തെ ചോദ്യം, സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. 88-ാമത്തെ ചോദ്യം, ആര് ആരുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ. 89-ാമത്തെ ചോദ്യം, സഭ ആർക്ക് വിധേയായിരിക്കുന്നത് പോലെ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ക്രിസ്തുവിന്. 90-ാമത്തെ ചോദ്യം, ആര് എന്തിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്നാണ് ശ്ലീഹാ പറഞ്ഞത്?
സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ. 91 ചോദ്യം, എങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നാണ് ഭർത്താക്കന്മാരോട് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ. 92 ചോദ്യം, ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് എന്തൊക്കെ ചെയ്തു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. 93 ചോദ്യം, ക്രിസ്തു സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത് എന്തിനു വേണ്ടിയാണെന്നാണ് ശ്ലീഹ പറഞ്ഞത്? സഭയെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും സഭ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടി. 94 ചോദ്യം, നാം ആരുടെ കരവേലയാണ് എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? ദൈവത്തിൻ്റെ കരവേലയാണ് എന്ന്. 95 ചോദ്യം, നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദർ എന്ന് വിളിച്ചിരുന്ന അന്ന് നിങ്ങൾ ലോകത്തിൽ എന്ത് ഇല്ലാത്തവർ ആയിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്. ദൈവവിശ്വാസം ഇല്ലാത്തവരായിരുന്നു എന്ന കാര്യം. 96 ചോദ്യം, സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും ആരാണ് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. 97 ചോദ്യം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ആരുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ. 98 ചോദ്യം, ആരെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വത്സല മക്കളെപ്പോലെ. 99 ചോദ്യം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ എന്തു ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന്. 100 ചോദ്യം, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ എന്തു ധരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. 101 ചോദ്യം, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച്. 102 ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദർ എന്ന് വിളിച്ചിരുന്നു എന്നോർക്കുക എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ. 103 ചോദ്യം, നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ എന്താണ് വിളിച്ചിരുന്നതെന്ന് ഓർക്കുക എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? അപരിച്ഛേദർ. 104 ചോദ്യം, നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദർ എന്ന് വിളിച്ചിരുന്ന അന്ന് നിങ്ങൾ ആരിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന്. 105 ചോദ്യം, നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദർ എന്ന് വിളിച്ചിരുന്ന അന്ന് നിങ്ങൾ എന്തില്ലാത്തവർ ആയിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? പ്രത്യാശയില്ലാത്തവർ ആയിരുന്നു. 107 ചോദ്യം, ഈ വെളിപാടനുസരിച്ച് വിജാതിയർ ആരാണ് എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളുമാണ്. 108 ചോദ്യം, വിജാതിയരോട് ക്രിസ്തുവിൻ്റെ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച്. 109 ചോദ്യം, നിങ്ങൾ ഇനിയൊരിക്കലും എന്തിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വ്യർത്ഥ ചിന്തയിൽ. 110 ചോദ്യം, എന്തു നിമിത്തം വിജാതീയർക്ക് അജ്ഞത ബാധിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്?
ഹൃദയകാഠിന്യ നിമിത്തം. 111 ചോദ്യം. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച വിജാതിയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എന്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്. 112 ചോദ്യം. വിജാതിയർ മനസ്സു മരവിച്ച് എന്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ഭോഗാസക്തിക്ക്. 113 ചോദ്യം. വിജാതിയർ എന്തിൽ ആവേശത്തോടെ മുഴുകി എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? എല്ലാത്തരം അശുദ്ധികളിലും. 114 ചോദ്യം. വ്യാജം വെടിഞ്ഞ് എല്ലാവരും ആരോട് സത്യം സംസാരിക്കണമെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? തങ്ങളുടെ അയൽക്കാരോട്. 115 ചോദ്യം. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് ശ്ലീഹാ പറയാനുള്ള കാരണമെന്ത്? നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, അതിനാൽ. 116 ചോദ്യം. കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? പാപം ചെയ്യരുത്. 117 ചോദ്യം. നിങ്ങളുടെ കോപം എത്ര വരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സൂര്യൻ അസ്തമിക്കുന്നതുവരെ. 118 ചോദ്യം. ആർക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സാത്താന്. 119 ചോദ്യം. ശ്ലീഹാ ആരോടാണ് പറഞ്ഞത് എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ എന്ന്? മോഷ്ടാവിനോട്. 120 ചോദ്യം. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, മറിച്ച് എന്ത് ചെയ്യാനാണ് ശ്ലീഹാ പറഞ്ഞത്? മോഷ്ടാവ് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ എന്ന്. 121 ചോദ്യം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എന്തിൻ്റെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? തിന്മയുടെ വാക്കുകൾ. 122 ചോദ്യം. നിങ്ങളുടെ ഇടയിൽ എന്തിൻ്റെയൊക്കെ പേര് പോലും കേൾക്കരുത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും. 123 ചോദ്യം. ആർക്കൊക്കെ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? വ്യഭിചാരിക്കും, അശുദ്ധനും, അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും. 124 ചോദ്യം. എങ്ങനെയുള്ള ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്ന്. 125 ചോദ്യം. തൻ്റെ മുമ്പാകെ എങ്ങനെയായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. 126 ചോദ്യം. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ ആരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? പുത്രരായി. 127 ചോദ്യം. ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് എന്ത് കൈവന്നിരിക്കുന്നു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? രക്ഷ. 128 ചോദ്യം. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നതിനുള്ള കാരണമെന്ത്? ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. 129 ചോദ്യം. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ ഡാഷ് അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു, പദ്ധതി അനുസരിച്ച്. 130 ചോദ്യം. 1:13 വാക്യമനുസരിച്ച് രക്ഷയുടെ സത്വാർത്ത എന്ത്? സത്യത്തിൻ്റെ വചനം. 131 ചോദ്യം. നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കേട്ട നാൾ മുതൽ നിങ്ങളെ എൻ്റെ പ്രാർത്ഥനകളിൽ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ. 132 ചോദ്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും
മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്തിൻ്റെയൊക്കെ ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. 133 ചോദ്യം. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കുന്നത് വഴി എന്തു വ്യക്തമാക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അവൻ്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ. 134 ചോദ്യം. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തി എന്താണ്? അവൻ്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തി. 135 ചോദ്യം. ദൈവം ക്രിസ്തുവിനെ എന്തിൻ്റെ നാമങ്ങൾക്കുപരി ഉപവിഷ്ടനാക്കി? ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. 136 ചോദ്യം. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണത എന്താണ്? സഭ. 137 ചോദ്യം. എന്തൊക്കെ മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അപരാധങ്ങളും പാപങ്ങളും മൂലം. 138 ചോദ്യം. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ മൃതരായിരുന്ന നിങ്ങൾ അന്ന് എന്തിൻ്റെ ഗതി പിന്തുടർന്നാണ് നടന്നിരുന്നത്? ഈ ലോകത്തിൻ്റെ. 139 ചോദ്യം. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ മൃതരായിരുന്ന നിങ്ങൾ അന്ന് ആരിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചാണ് നടന്നിരുന്നത്? അനുസരണക്കേടിൻ്റെ മക്കളിൽ. 140 ചോദ്യം. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും എന്തിൻ്റെയൊക്കെ അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും. 141 ചോദ്യം. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന എന്തിൻ്റെ മക്കളായിരുന്നു? ക്രോധത്തിൻ്റെ. 142 ചോദ്യം. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, മറിച്ച് ആരാണ് എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് എന്ന്. 143 ചോദ്യം. എന്താകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് ശ്ലീഹ എഫേസൂസുകാരോട് പറഞ്ഞത്? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ. 144 ചോദ്യം. പൂരിപ്പിക്കുക. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ ഡാഷായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, പരിശുദ്ധമായ ആലയമായി. 145 ചോദ്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് എന്തൊക്കെയുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും. 146 ചോദ്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ എന്ത് ചെയ്യരുതെന്നാണ് ശ്ലീഹ അഭ്യർത്ഥിച്ചത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യത അനുഭവിക്കരുതെന്നാണ് ശ്ലീഹ അഭ്യർത്ഥിച്ചത്. 147 ചോദ്യം. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യത അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളത്രേ ഡാഷ് നിങ്ങളുടെ മഹത്വം. 148 ചോദ്യം. എന്തിന് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. 149 ചോദ്യം. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശ്വാസം വഴി. 150 ചോദ്യം. നിങ്ങൾ എന്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സ്നേഹത്തിൽ. 152 ചോദ്യം.
അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി നിങ്ങൾ എന്തിനാൽ പൂരിതരാകാനും ഇടയാകട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ. 153 ചോദ്യം. നമ്മിൽ പ്രവർത്തിക്കുന്ന എന്തിനാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. 154 ചോദ്യം. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നു പറഞ്ഞ് ശ്ലീഹ പറഞ്ഞത് എന്ത്? നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. 155 ചോദ്യം. എങ്ങനെ അന്യോന്യം വർത്തിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ എന്ന്. 156 ചോദ്യം. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്തിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ആത്മാവിൻ്റെ ഐക്യം. 157 ചോദ്യം. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഡാഷ് ഡാഷ് ആണ് ഉള്ളത്. ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. 158 ചോദ്യം. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഡാഷേ ഉള്ളൂ. ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. 159 ചോദ്യം. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെ കൂടെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അസംഖ്യം തടവുകാരെ. 160 ചോദ്യം. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് എന്തു നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദാനങ്ങൾ നൽകി എന്ന്. 161 ചോദ്യം. ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്തുകൂടി അല്ലേ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയല്ലേ? 162 ചോദ്യം. ഇറങ്ങിയവൻ തന്നെയാണ് എന്ത് ചെയ്യാൻ വേണ്ടി? എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവനെന്നുമാണ് ശ്ലീഹ പറഞ്ഞത്. എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. 163 ചോദ്യം. ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകിയത് എന്തുകൊണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി. 164 ചോദ്യം. ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകുന്നത് എന്തിൻ്റെ ഐക്യത്തിൽ എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യുന്നതുവരെ തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ. 165 ചോദ്യം. ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകുന്നത് ആരെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യുന്നതുവരെ തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിൽ. 166 ചോദ്യം. ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകുന്നത് എത്ര നാൾ തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ. 167 ചോദ്യം. നാം എന്തു ചെയ്യുന്ന ശിശുക്കളാകരുത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. 168 ചോദ്യം. നാം എന്തു പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. 169 ചോദ്യം. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും ഡാഷിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. സ്നേഹത്തിൽ.
170 ചോദ്യം പൂരിപ്പിക്കുക. നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും ഡാഷ് തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. സത്യം. 171 ചോദ്യം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട എന്തു നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ എന്നാണ് പറഞ്ഞത്. വഞ്ചന നിറഞ്ഞ. 172 ചോദ്യം നിങ്ങൾ എന്തിൽ നവീകരിക്കപ്പെടട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. മനസ്സിൻ്റെ ചൈതന്യത്തിൽ. 173 ചോദ്യം കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി. 174 ചോദ്യം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്തു ചെയ്യരുത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. വേദനിപ്പിക്കരുത്. 175 ചോദ്യം എല്ലാ തിന്മകളോടും കൂടെ എന്തൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും. 176 ചോദ്യം ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്തു ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ എന്ന്. 177 ചോദ്യം ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു കാഴ്ച സമർപ്പിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. സുരഭില കാഴ്ച. 178 ചോദ്യം ആരും നിങ്ങളെ എന്തുകൊണ്ട് വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. 179 ചോദ്യം അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം ആരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. 180 ചോദ്യം അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. അതിനാൽ അവരുമായി എന്തു ചെയ്യരുത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അവരുമായി സമ്പർക്കമരുത്. 181 ചോദ്യം ഒരിക്കൽ നിങ്ങൾ എന്തായിരുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അന്ധകാരമായിരുന്നു എന്ന്. 182 ചോദ്യം എന്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ. 183 ചോദ്യം പ്രകാശത്തിൻ്റെ ഫലം എന്തിലൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? സകല നന്മയിലും നീതിയിലും സത്യത്തിലും. 184 ചോദ്യം അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, മറിച്ച് അവയെ എന്തു ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അവയെ കുറ്റപ്പെടുത്തുവിൻ എന്ന്. 185 ചോദ്യം പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം എന്താണ് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. പ്രകാശമാണ് എന്ന്. 186 ചോദ്യം പൂരിപ്പിക്കുക. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ ഡാഷ് പ്രകാശിക്കും. 187 ചോദ്യം നിങ്ങൾ ആരെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അവിവേകികളെപ്പോലെ. 188 ചോദ്യം ഇപ്പോൾ എന്തിൻ്റെ ദിനങ്ങളാണ് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. തിന്മയുടെ. 189 ചോദ്യം പൂരിപ്പിക്കുക. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഡാഷ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ നിങ്ങളുടെ സമയം. 190 ചോദ്യം ആരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഭോഷന്മാരാകാതെ. 191 ചോദ്യം നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ എന്തുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ദുരാസക്തിയുണ്ട് എന്ന്. 192 ചോദ്യം നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, മറിച്ച് എന്താകുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ആത്മാവിനാൽ പൂരിതരാകുവിൻ എന്ന്. 193 ചോദ്യം എങ്ങനെ നിങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. 194 ചോദ്യം എങ്ങനെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ.
195 ചോദ്യം, എന്തിനു വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? എപ്പോഴും എല്ലാറ്റിനും വേണ്ടി. 196 ചോദ്യം, ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ എന്താണെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ശിരസ്സാണെന്ന്. 197 ചോദ്യം, ഭാര്യയുടെ ശിരസ് ആരാണെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ഭർത്താവ്. 198 ചോദ്യം, 5:28 വാക്യമനുസരിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സ്വന്തം ശരീരത്തെ എന്ന പോലെ. 199 ചോദ്യം, ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന്. 200 ചോദ്യം, ആരും ഒരിക്കലും എന്തിനെ വെറുക്കുന്നില്ലല്ലോ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സ്വന്തം ശരീരത്തെ. 201 ചോദ്യം, ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ സ്വന്തം ശരീരത്തെ എന്തു ചെയ്യുന്നു എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. 202 ചോദ്യം, പുരുഷൻ ആരെയൊക്കെ വിട്ട് ഭാര്യയോട് ചേരും? പിതാവിനെയും മാതാവിനെയും വിട്ട്. 203 ചോദ്യം, പൂരിപ്പിക്കുക. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ഡാഷിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്, ക്രിസ്തുവിനോടും. 204 ചോദ്യം, നിങ്ങളിൽ ഓരോ വ്യക്തിയും എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? തന്നെപ്പോലെ തന്നെ. 205 ചോദ്യം, ഭാര്യ ഭർത്താവിനെ എന്തു ചെയ്യണമെന്നാണ് ശ്ലീഹാ പറയുന്നത്? ബഹുമാനിക്കണം. 206 ചോദ്യം, പൂരിപ്പിക്കുക. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ഡാഷ് ന്യായയുക്തമാണ്. 207 ചോദ്യം, എന്തിനൊക്കെ വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി. 208 ചോദ്യം, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതാണെന്നാണ് ശ്ലീഹാ പറഞ്ഞത്? മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 209 ചോദ്യം, പിതാക്കന്മാരോട് കുട്ടികളിൽ എന്ത് ഉളവാക്കരുത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? കോപം. 210 ചോദ്യം, കുട്ടികളെ എങ്ങനെ വളർത്തുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. 211 ചോദ്യം, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണമെന്ന് ആരോടാണ് ശ്ലീഹാ പറഞ്ഞത്? ദാസന്മാരോട്. 212 ചോദ്യം, എങ്ങനെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിൻ എന്ന്. 213 ചോദ്യം, എന്തിനുള്ള തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? നല്ല പ്രവർത്തികൾക്ക്. 214 ചോദ്യം, യജമാനന്മാരോട് ദാസന്മാരെ എന്ത് ചെയ്യരുത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ഭീഷണിപ്പെടുത്തരുത്. 215 ചോദ്യം, യജമാനന്മാരുടെയും ദാസന്മാരുടെയും യജമാനൻ എവിടെയുണ്ടെന്നറിയുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സ്വർഗത്തിലുണ്ടെന്ന്. 216 ചോദ്യം, എന്തിനെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ. 217 ചോദ്യം, നാം എന്തിനെതിരായിട്ടല്ല പടവെട്ടുന്നത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന്. 218 ചോദ്യം, ഈ അന്ധകാര ലോകത്തിൻ്റെ ആർക്കെതിരായിട്ടാണ് പടവെട്ടുന്നത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? അധിപന്മാർക്ക് എതിരായിട്ട്. 219 ചോദ്യം, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന എന്തിനെതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ട്. 220 ചോദ്യം, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് എന്തിനെതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത് എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് എന്ന്. 221 ചോദ്യം, 6:13 വാക്യമനുസരിച്ച് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചാൽ എന്തൊക്കെ സാധിക്കും എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന്. 222 ചോദ്യം,
എന്തുകൊണ്ട് അരമുറുക്കി? നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്. സത്യം കൊണ്ട് അരമുറുക്കി. 223 ചോദ്യം. എങ്ങനെയുള്ള പാദരക്ഷകൾ ധരിക്കുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ. 224 ചോദ്യം. എന്തിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ദുഷ്ടന്റെ ജ്വലിക്കുന്ന കുരമ്പുകളെ കെടുത്തുന്നതിന്. 225 ചോദ്യം. എന്തിന്റെ പടത്തൊപ്പി അണിയുക എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? രക്ഷയുടെ. 226 ചോദ്യം. എന്താകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്വിൻ എന്നാണ് ശ്ലീഹാ പറഞ്ഞത്? ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ.